എന്നാണ് സുഹൃത്തിന്റെ പ്രശ്നം. ഇസ്ലാമിൽ ഒരു ടെററിസവും ഇല്ല. മുസ്ലിങ്ങൾക്കിടയിൽ വളരെ ന്യൂനപക്ഷത്ത് ചിലപ്പോൾ ടെററിസ്റ്റുകളായേക്കാം. ഇത് ഇസ്ലാമിന്റെ കുഴപ്പമല്ല, മുസ്ലിങ്ങളുടെ കുഴപ്പവും അതോടൊപ്പം മുസ്ലിങ്ങൾ അങ്ങനെ ട്യൂൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ കുഴപ്പമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളോ ഇസ്ലാമിക ആദർശമോ ഒന്നും തന്നെ ഈ ഭീകരവാദത്തെ അനുകൂലിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ്. അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദം എന്നൊരു പ്രതിഭാസം ഉണ്ടാകുന്നു? ആ പ്രതിഭാസത്തിന് പിന്നിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമമുണ്ട്. ആ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി മീഡിയ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി നടത്തുന്ന പരിശ്രമങ്ങൾ അതിന് പിന്നിലുണ്ട്. ആ പരിശ്രമങ്ങളുടെ ഫലമായി മീഡിയ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചതിന്റെ ഫലമായി ആ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയ മുസ്ലിം സഹോദരങ്ങളുടെ ആ ചെയ്തികളും അതിന് പിന്നിലുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമാണ് തങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് തിരിച്ചറിയുന്ന സാമ്രാജ്യത്വം, മുതലാളിത്തം. അവർക്ക് ഇസ്ലാം വലിയ ശത്രുവാകുന്നത് അതിന്റെ ആദർശപരമായ സവിശേഷത കൊണ്ടാണ്. അതോടൊപ്പം മുസ്ലിം രാഷ്ട്രങ്ങൾ ശത്രുക്കളാകുന്നത് അവിടെ എണ്ണയുള്ളതുകൊണ്ടാണ്. ഇവിടെ എണ്ണയുള്ള സ്ഥലങ്ങൾ തങ്ങളുടെ അധീശത്വത്തിൽ വരണം. അതോടൊപ്പം തന്നെ ഇസ്ലാമിക ആദർശം, അവരുടെ കച്ചവട താൽപര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന ഇസ്ലാമിക ആദർശം, സ്വന്തം ശരീരത്തെ വിറ്റ് കാശാക്കാൻ പെണ്ണിനെ പഠിപ്പിക്കുന്ന, സ്വന്തം സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് മാർക്കറ്റിംഗ് നടത്താൻ പെങ്ങളെയും അമ്മയെയും ഉപദേശിക്കുന്ന, ജനങ്ങളെ ലഹരി പിടിപ്പിക്കുവാൻ, അങ്ങനെ ആ ലഹരിയിൽ നിന്ന് തങ്ങളുടെ കച്ചവട താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ കച്ചവടക്കാരെ ഉപദേശിക്കുന്ന, പലിശയും ലോട്ടറിയും മൂലം കച്ചവടത്തെ സ്നിഗ്ധമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന മുതലാളിത്തത്തിന് സാമ്രാജ്യത്വത്തിന് ഇസ്ലാമിക ആദർശങ്ങൾ തങ്ങളുടെ താൽപര്യങ്ങൾക്ക് നടുവിലുള്ളൊരു വിഘാതമായി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കണം, ഇസ്ലാമിനെ തമസ്കരിക്കണം, ഇസ്ലാമിനെ ലോകത്തിന്റെ മുന്നിൽ ഈ രൂപത്തിൽ അവതരിപ്പിക്കണം. ഒന്നാമതായി എന്തിന്? ആരും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കരുത്, ഇസ്ലാം ഒരു പ്രാകൃതമായ കൊള്ളരുതാത്ത വൃത്തികെട്ടൊരു ആദർശവാദി എന്ന് ജനം മനസ്സിലാക്കണം. ചിന്തിക്കുന്ന ആളുകളൊന്നും ഇസ്ലാമിനെ കുറിച്ച് ബുദ്ധിപരമായി പഠിക്കാൻ തയ്യാറാകരുത്. ഇതിനുവേണ്ടി മുതലാളിത്തത്തിന്റെ ആയുധമായ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് മുതലാളിത്തം പ്രചരിപ്പിച്ച, സാമ്രാജ്യത്വം പ്രചരിപ്പിച്ച ഒരു ആശയമാണ് ഇസ്ലാമിക് ടെററിസം എന്ന ആശയം. ഈ ആശയം മീഡിയ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ മീഡിയയുടെ സവിശേഷത അത് എന്തിനെതിരെയാണോ ഒരു ആയുധം പ്രയോഗിക്കുക അതിനെ തന്നെ അതിന്റെ ശത്രുവാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. മുസ്ലിങ്ങളെ ഭീകരവാദികളാക്കി തീർക്കുകയും അങ്ങനെ തങ്ങളുടെ വാദത്തിന് അനുകൂലമായ തെളിവ് കണ്ടെത്തുകയും ചെയ്യുന്ന കാര്യത്തിൽ മീഡിയ ഒരു ചെറിയ പരിധി വരെ വിജയിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ മീഡിയ പറഞ്ഞു കൊടുക്കുന്നതാണ് യാഥാർത്ഥ്യമെന്ന് വിചാരിക്കുന്ന പാവപ്പെട്ട നിഷ്കളങ്കരായ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും വഴിതെറ്റിക്കുവാനും അങ്ങനെ ഭീകരവാദത്തിലേക്ക് കൊണ്ടുപോകുവാനും വളരെ ന്യൂനപക്ഷം മുസ്ലിങ്ങളെ അങ്ങനെ ചെയ്യുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിന് ഇസ്ലാമല്ല പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്, മറിച്ച് മുതലാളിത്തമാണ്, സാമ്രാജ്യത്വമാണ്, അവരുടെ മീഡിയയാണ്, അവരുടെ ആശയങ്ങളിൽ നിന്ന് ആശയങ്ങൾ കടം കൊണ്ട ചിന്തകന്മാരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്ലാമിക പ്രമാണങ്ങൾ ആ രൂപത്തിലുള്ള ഭീകരവാദം പ്രചരിപ്പിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കുന്നു. ബ്രദർ അക്ബർ സാഹിബ്, ഞാൻ മുഹമ്മദ് അലി, എറണാകുളം സ്വദേശിയാണ്. എല്ലാ ഇസ്ലാമിക വേദികളിൽ നിന്നും കേൾക്കുന്നൊരു കാര്യമാണ് ഈ പ്രവാചകനും സഹാബികളും അവരുടെ മക്ക ജീവിതത്തിൽ ധാരാളം പീഡനങ്ങൾ സഹിച്ച് എന്നിട്ട് മദീനയിൽ പോയി അവിടെ ഒരു ഭരണാധികാരി എന്ന രൂപത്തിൽ പ്രവാചകൻ പരിവർത്തിതമായതിനു ശേഷമാണ് ജിഹാദ് അഥവാ സായുധ ജിഹാദിന് ഇറങ്ങിയതെന്ന്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഒരു സംശയമുണ്ടാകാം. കാരണം ലോകത്ത് മുസ്ലിങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടം മുഴുവൻ ഇത്തരത്തിലൊരു കാലഗണനയുടെ വിഭജനം ആവശ്യമുണ്ടോ? കാരണം ഇത്രകാലം മുസ്ലിങ്ങൾ പീഡനം അനുഭവിച്ചതിന് ശേഷം മാത്രമേ ഒരു സായുധ ജിഹാദിന്റെ ആവശ്യമുള്ളൂ എന്നുണ്ടോ? തന്നെയുമല്ല, ഈ കാലഗണനയുടെ ഇടയിൽ ഹിജ്റ എന്ന് പറയുന്ന ഒരു സംഗതി കൂടിയുണ്ട്. അപ്പോൾ ഈ ഹിജ്റ സ്വാഭാവികമായും ഇങ്ങനെയൊരു ഗണന അനുഭവിക്കുന്ന മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ആചരിക്കുന്ന മുസ്ലിങ്ങൾ ആചരിക്കുമ്പോൾ പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ അത് സാധ്യമല്ല. കാരണം
പ്രവാചകന്റെ കാലഘട്ടം പോലെ ഒരു ഹിജറ പോയി ഒരു മദീന എന്ന് പറയുന്ന യസ്രിബ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് താവളമടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് ഒരു ഭരണകൂടത്തെ സ്ഥാപിക്കുന്ന ഒരവസ്ഥ ഇന്ന് ആധുനിക കാലഘട്ടത്തിലില്ല. കാരണം ജനാധിപത്യ സ്വഭാവത്തിലുള്ള രാജ്യങ്ങൾ, അതുപോലെ രാജ്യത്തിന്റെ അതിരുകൾ തിരിച്ച രാഷ്ട്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഹിജ്റയും സാധ്യമല്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു രാജ്യത്ത് ഭരണകൂടത്തിന്റെ അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു വിഭാഗങ്ങളുടെ പീഡനം അനുഭവിക്കുന്ന മുസ്ലിങ്ങൾ ആ രാജ്യത്ത് കിടന്ന് ചത്തൊടുങ്ങുകയാണോ വേണ്ടത്, അതല്ല അതിനെതിരെ പ്രതികരിക്കുകയാണോ ചെയ്യേണ്ടത്? അതിന്റെ വിധി എന്ത്? ഒരു രാജ്യത്ത് പീഡനം അനുഭവിക്കുന്ന മുസ്ലിങ്ങൾ ആ രാജ്യത്ത് കിടന്ന് ചത്തൊടുങ്ങുകയാണോ അതിനെതിരെ പ്രതികരിക്കുകയാണോ വേണ്ടതെന്ന്? പ്രതികരിച്ച് ആത്മഹത്യ ചെയ്യാതെ, ചത്തൊടുങ്ങി മാറാതെ ആ രാജ്യത്തെ പീഡനമില്ലാതാക്കുവാൻ നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ച ഉത്തരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തെയും മദീന ജീവിതത്തെയും വേർതിരിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു പ്രത്യേക കാലം വരെ മുസ്ലിങ്ങളെല്ലാം പീഡനം സഹിക്കണം, അക്കാലം കഴിഞ്ഞാൽ അങ്ങോട്ട് പീഡനം മാറണം എന്നല്ല നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സമുദായത്തെ ആത്മഹത്യയുടെ മുനമ്പിലേക്ക് തള്ളിവിട്ടിട്ടില്ല എന്ന് ലോകം അറിയുന്നതിന് വേണ്ടിയാണ്. അത് വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ ഹിജറയെക്കുറിച്ച് പറഞ്ഞു. ഹിജറക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പീഡനം ഉണ്ടായിട്ടുണ്ട്. ആ പീഡനങ്ങളിൽ ഇല്ലാതെയാക്കാൻ റസൂലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രവാചകൻ വർഷങ്ങളോളം ഷൈബ് അബീ താലിബിൽ പ്രയാസകരമായ പട്ടിണി ഉപരോധത്തിന് വിധേയമായിക്കൊണ്ട് ജീവിച്ചപ്പോ മക്കയിലെ ഗോത്രാധിപത്യ വ്യവസ്ഥിതി അംഗീകരിക്കുന്ന ചില പ്രതിനിധികളെ അയച്ചുകൊണ്ട്, മുശ്രിക്കുകളായ ചില പ്രതിനിധികളെ തന്നെ അയച്ചുകൊണ്ട് അവിടുത്തെ ഗോത്രാധിപത്യത്തോട് ഈ ഉപരോധം നീക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ പ്രയോഗിക്കുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശ്രമിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ മക്കയിലെ പ്രയാസകരമായ പീഡനം സഹിക്കവയ്യാതെ തനിക്ക് രക്ഷ ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയ മുശ്രിക്കുകൾ തന്നെയായ തന്റെ കുടുംബക്കാരുടെ അടുത്തേക്ക് തായിഫിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി സഹായം അഭ്യർത്ഥിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം നിയതമായ മാർഗങ്ങളാണ്, ആ രാഷ്ട്രഘടന അംഗീകരിച്ച മാർഗങ്ങളാണ്. ആ മാർഗങ്ങൾ ഉപയോഗിക്കുകയാണ് സഹോദരൻ പറഞ്ഞതുപോലെ ജനാധിപത്യ സമ്പ്രദായത്തിലാകുമ്പോൾ വിശേഷിച്ചും ചെയ്യുവാനുള്ളത്. സഹോദരൻ പറഞ്ഞു, ലോകമെങ്കും ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാഷ്ട്ര സമുച്ചയം നിലനിൽക്കുമ്പോൾ അവിടെ ഒരു ഹിജറ പ്രായോഗികമായി അസാധ്യമാണ് എന്ന്. എങ്കിൽ ഈ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഈ രൂപത്തിലുള്ള പ്രതികരണവും അഥവാ സായുധമായ പ്രതികരണവും അസാധ്യമാണ് എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടെന്നാൽ ജനാധിപത്യ സമ്പ്രദായത്തിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷം വരുന്ന ഇന്ത്യയെപ്പോലുള്ള ഒരു സ്ഥലമാണെന്ന് വിചാരിക്കുക. ന്യൂനപക്ഷം വരുന്ന 12% വരുന്ന അല്ലെങ്കിൽ 15% വരുന്ന മുസ്ലിങ്ങൾ മൊത്തത്തിൽ സായുധരാകുന്നു. സ്വാഭാവികമാണ് ആ ഇവിടെ വരുന്ന 80% വരുന്ന ഹിന്ദുക്കളും സായുധരാകും. പിന്നെ 4% വരുന്ന പട്ടാളക്കാരും ആർമിയും അവർക്ക് ആയുധം ഉപയോഗിക്കുവാനുള്ള നിയമപരമായ അവകാശവുമുണ്ട്. ഇങ്ങനെ ഈ 80%ത്തെയും 4%ത്തെയും ശത്രുവാക്കി നിർത്തി 10% ആളുകൾക്ക് അല്ലെങ്കിൽ 15% ആളുകൾ ആ രൂപത്തിൽ സായുധരായി സംഘടിക്കുമ്പോൾ ഭൗതികമായി നോക്കിയാൽ പോലും എന്താണ് സംഭവിക്കുക എന്നറിയാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. അപ്പോ അടുത്ത ചോദ്യം ഉയരാം, ബദറിൽ അള്ളാഹു സഹായിച്ചില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദർശ പ്രബോധനത്തിന് വേണ്ടി നടത്തിയ, റസൂലുള്ളാഹിയുടെ നേതൃത്വത്തിൽ നടത്തിയ ബദർ, ആ ബദറിൽ സഹായിച്ച പടച്ചവൻ തന്നെ, അല്ലെങ്കിൽ ബദറിൽ വിജയമുണ്ടാക്കിയ അതേ ഇസ്ലാമിക സമൂഹത്തിന് തന്നെ ഉഹദിൽ പരാജയവും ഉണ്ടായിട്ടുണ്ട്, റസൂലുള്ളാഹിയുടെ നേതൃത്വം ഉണ്ടായിട്ട് പോലുമെന്ന് നമ്മൾ തിരിച്ചറിയാതിരിക്കരുത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷം വരുന്ന മുസ്ലിങ്ങളിലെ യുവാക്കളെ മുഴുവനും ഭീകരവാദികളായ അല്ലെങ്കിൽ ഫാഷിസ്റ്റുകളായ ആളുകൾക്ക് വേട്ടയാടാൻ തക്കവണ്ണം ഒരുക്കിക്കൊടുക്കുക എന്ന ഏർപ്പാടല്ലാതെ മറ്റൊന്നും തന്നെ
സായുധമായി പ്രതികരിക്കും.